ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നിരയിൽ മറ്റൊരു ഇഞ്ചറി കൂടി. മറ്റാർക്കുമല്ല, ജസ്റ്റിൻ ഇമ്മാനുവൽ എന്ന് പറയുന്ന വിദേശ താരമാണ്. അദ്ദേഹം ഇനി ഈ ഒരു സീസണിൽ അവശേഷിക്കുന്നത് കളിക്കാൻ സാധ്യതയില്ല. 2-3 വീക്സ് ഒക്കെ അദ്ദേഹം ഔട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ച് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്ത്. കഴിഞ്ഞൊരു മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് 11 ആദ്യമായിട്ട് സ്ഥാനം കിട്ടുന്നത്. അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ് എന്ന് തന്നെ പറയാം, ഒരു ഇഞ്ചറി സംഭവിക്കുന്നു എന്നുള്ളതാണ്. പെപ്രയുടെ പകരക്കാരനായിട്ടാണല്ലോ അദ്ദേഹം വരുന്നത്. നമുക്കറിയാം, ആദ്യം KBCയിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ്. ഡുറൻ കപ്പിലൊക്കെ കളിച്ചിരുന്നു, പിന്നീട് ഗോകുലത്തിലേക്ക് ലോണിൽ പോയിരുന്നു. അതിനുശേഷം പെപ്രയുടെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഏതായാലും അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു. ഇൻ കേസ് വളരെ റെയറാണ് നമ്മളിനിയിപ്പം അദ്ദേഹത്തെ അല്ലെങ്കിൽ കളിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കം, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പകരക്കാരനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് ഐ തിങ്ക് അതിനുള്ള ചാൻസസ് ഇല്ല. മേ ബി എഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന താരം ഒരു പ്ലേ ഓഫ് സ്റ്റേജിലേക്ക് എത്തുമ്പം നമ്മുടെ സൂപ്പർ താരമാണ്. അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട്. അദ്ദേഹം ടീമിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ കോച്ചിൻ്റെയൊക്കെ ആ ഒരു മത്സരത്തിന് മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റൊട്ടേഷൻ പോളിസിയൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ റീസൺ നമുക്കറിയാം. നമ്മൾ 5ാം സ്ഥാനത്തിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം. അപ്പോൾ നമുക്കിനി ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനി അവസരം കിട്ടാത്ത പ്ലേയേഴ്സിനൊക്കെ വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാമെന്നുള്ളതാണ്. എന്നാൽ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനെതിരെ വിജയിച്ച് പിന്നീടുള്ള 2 മത്സരത്തിൽ മാക്സിമം നമുക്ക് പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്ലേ ഓഫിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പ്ലേയേഴ്സിനെയും അവൈലബിൾ ആക്കുന്നൊരു തരത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഏതായാലും ജസ്റ്റിനെ പറ്റി കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ജസ്റ്റിൻ വരുന്നൊരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്രയ്ക്ക് പോയ സമയത്ത് ഒരു നല്ല സെൻറ്റർ ഫോർവേഡ് വരണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ തന്നെ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അപ്പം നമുക്കറിയാം, ജസ്റ്റിൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിനൊരു കരിയർ എക്സ്പീരിയൻസ് തന്നെ ഇല്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല ഇന്ത്യൻ പ്ലേയേഴ്സിനേക്കാളൊക്കെ ബെറ്റർ ആയിരുന്നു അദ്ദേഹം ഈ ഒരു കുറഞ്ഞ കാലയളവിൽ കളിച്ചിട്ട് തന്നെ 2 ഗോളുകളിലേക്ക് അദ്ദേഹം വഴിയൊരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ JFCക്കെതിരെ ദിമി നേടിയ ഗോളാണെങ്കിലും മോഹൻ ബഗാനെതിരെ ദിമി നേടിയ ഗോളാണെങ്കിലും ജസ്റ്റിൻ്റെ ഒരു കഴിവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫോറിൻ താരത്തെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്, അതുക്കും മുകളിലല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജസ്റ്റിൻ്റെ ഒരു വിടവിൽ അത് ഇനി ഏത് ഫോറിൻ പ്ലെയറെ ആഡ് ചെയ്യും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. മേ ബി ഇറ്റ്സ് അഡ്രിയാൻ ലൂണ ആയിരിക്കും ഈ ഒരു പ്ലേ ഓഫ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത്. അദ്ദേഹത്തെ അപ്പോഴേ ഇനി കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ചില ചാൻസസ് ഒക്കെ പറഞ്ഞിരുന്നു പല ലീഗ് സ്റ്റേജിൻ്റെ അവസാനത്തെ മാച്ചിലൊക്കെ. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യകത ഇല്ല. സോ ലൂണ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിൻ ഇനി ഈ സീസണിൽ അതിന് കളിക്കില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒപ്പം കമ്പോസ് ചെയ്യാൻ വരെ കാണിക്കുകയാണ്. സനിയ.